കൊല്ലം കോർപ്പറേഷന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാഹനം പാർക്ക് ചെയ്യാൻ പോകുമ്പോൾ സൂക്ഷിക്കണം. പാർക്കിംഗ് ഏരിയ ഇപ്പോൾ കുളമാണ്. മീനുകൾ പുളയ്ക്കുന്ന അസൽ കുളം. വേണമെന്ന് വെച്ചുണ്ടാക്കിയതല്ല, ആർക്കും വേണ്ടാത്ത തരത്തിൽ നിർമ്മിച്ചതുകൊണ്ടുള്ള കുഴപ്പമാണ്. പോളയത്തോട്ടിലെ കുളം കാഴ്ചയിലേക്കാണ് ഇനി പൊതുജനം കഴുതിയ LSR കടക്കുന്നത്. റിപ്പോർട്ട് കാണാം. മീൻ വളർത്തൽ കേന്ദ്രമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷന്റെ പോളയത്തോട് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഭൂഗർഭ പാർക്കിംഗ് ഏരിയയാണിത്. 7 വർഷമായി തുടരുന്ന വെള്ളക്കെട്ടിന് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷനിൽ പലതവണ പരാതി നൽകി. പക്ഷേ ഫലമുണ്ടായില്ല. അശാസ്ത്രീയ നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് പിന്നിലെന്നാണ് കോർപ്പറേഷനിൽ നിന്നുള്ള മറുപടി. ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ കൊതുകു ശല്യം കാരണം കടകളിൽ നിന്ന് ജോലി ചെയ്യാൻ കഴിയില്ലെന്ന് വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർ പറയുന്നു. ഇവിടെ എല്ലാം വെള്ളം കെട്ടി കിടക്കുക. മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വെള്ളം കെട്ടി കിടന്ന് ഇപ്പോൾ കൂത്താടികളുടെ ഭയങ്കര ശല്യം. അവര് ശല്യം പറഞ്ഞതിന്റെ പേരിൽ ഇവിടുത്തെ കൗൺസിലറുടെ അടുത്തും മറ്റുള്ളവരുടെ അടുത്തും പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്ത് കുറച്ച് ഗപ്പീൻ സാരിയും കൊണ്ടിട്ടിട്ടുണ്ട്. ഏതാ ഈ കൂത്താടിയൊക്കെ തിന്നാൻ വേണ്ടി. അത്രയ്ക്കും ഇവിടുത്തെ കൊല്ലം കോർപ്പറേഷന്റെ കഴിവുകേട് അനാസ്ഥയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 15 വർഷം മുമ്പ് പോളയത്തോട് പ്രവർത്തനം ആരംഭിച്ച ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ 3 നിലകളിലായി 48 കടമുറികളാണുള്ളത്. 72 കാറുകൾ പാർക്ക് ചെയ്യാവുന്ന വലുപ്പത്തിലാണ് പാർക്കിംഗ് ഏരിയ. ഈ സ്ഥലമാണ് ഇന്ന് കുളം പോലെ ആയിരിക്കുന്നത്. കൊല്ലം ജില്ലയിലുള്ള കോർപ്പറേഷൻ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നില്ല. ഇത് സംരക്ഷിക്കപ്പെടുന്നില്ല. ഈ ബിൽഡിംഗ് കോർപ്പറേഷൻ തിരിഞ്ഞു നോക്കുന്നില്ല. അത്രയും ദയനീയ അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. വെള്ളക്കെട്ടെന്ന അടിസ്ഥാന പ്രശ്നത്തിന് ശാശ്വത പരിഹാരം എന്തെന്ന ചോദ്യത്തിന് കഴിഞ്ഞ 7 വർഷമായി കൈമലർത്തുകയാണ് കോർപ്പറേഷൻ. ഇന്ന് പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രം കൂടിയായി മാറിയിട്ടുണ്ട് ഇവിടം. കൊല്ലം കോർപ്പറേഷൻ വളരെ വലിയ ബാധ്യതയായി നിൽക്കുന്ന ഒരു ബിൽഡിംഗ് ആണിത്. അപ്പം ഇത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാൻ വയ്യ. ഇത് കൊല്ലം കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് സെക്ഷന്റെ ഏറ്റവും വലിയ ഒരു അവരുടെ വികലമായ ഒരു കൺസ്ട്രക്ഷനാണ് നമ്മളിപ്പോൾ നമുക്ക് ഇത് കണ്ടാൽ നമുക്ക് ബോധ്യപ്പെടുന്നത്. കോർപ്പറേഷനും രാഷ്ട്രീയക്കാരും ഉപയോഗിച്ച ബോർഡുകൾ ഉൾപ്പെടെ തള്ളുന്നതും ഇവിടെ തന്നെ. വെള്ളക്കെട്ട് പരിഹരിക്കാൻ എത്രയും വേഗം നടപടിയെടുക്കണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. കോടി രൂപ ചെലവഴിച്ച് ഇത്രയും അനാസ്ഥയോടെ ഇത് കെട്ടിയിട്ടിട്ട് ഒരു കടകൾ കൂടി ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്നില്ല. ഇത്രയും സാധാരണക്കാരന്റെ നികുതി പണം വെച്ച് ഇത്രയും കടകളും അറ്റ്ലീസ്റ്റ് ഈ വെള്ളക്കെട്ടെങ്കിലും വണ്ടി പാർക്ക് ചെയ്യുന്ന ഈ വെള്ളക്കെട്ടെങ്കിലും തീർത്തു തരണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് സാധാരണക്കാരെന്ന നിലയിൽ ഞാൻ പറയുകയാണ്. പരാതികൾ ശക്തമാകുമ്പോൾ താൽക്കാലിക പരിഹാരമെന്ന നിലയിൽ വെള്ളം പമ്പ് ചെയ്ത് വറ്റിക്കാറുണ്ട്. എന്നാൽ വീണ്ടും പഴയതുപോലെയാകും. പാർക്കിംഗ് ഗ്രൗണ്ടിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ കോർപ്പറേഷന് കഴിഞ്ഞില്ലെങ്കിലും പാർക്കിംഗ് ഗ്രൗണ്ടിലെ കൊതുക് വളർത്തലിനെ നിയന്ത്രിക്കാൻ ഗപ്പിയെ വളർത്തിയ നഗരസഭയാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഈ ബുദ്ധി ആരുടേതാണോ ആവോ. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുണ സാറിനൊപ്പം അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.